അവിടുന്ന് തിരിച്ചു. ഇനി ഞങ്ങൾ ഗ്ലോബൽ വില്ലേജിലേക്ക് പോകാം കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് 41 മിനിറ്റ്സ് ഉണ്ട് അങ്ങോട്ടേക്ക്. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവിടെ എത്തിയിട്ട് ഈ വീഡിയോ ഞാൻ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഇടുക കേട്ടോ. ഫസ്റ്റ് പാർട്ട് തന്നെ കുറേ ഉണ്ട്, ലോങ് വീഡിയോ ആണ്. അപ്പം ഇത് ഞാൻ ഗ്ലോബൽ വില്ലേജിൽ പോകുന്നത് പാർട്ട് 2 ആയിട്ടായിരുന്നത്. അപ്പം അവിടെ ചെന്നിട്ട് ബാക്കി. ഇവിടെ ഭയങ്കര തിരക്കായിട്ട് പാർക്കിംഗ് കിട്ടാൻ കുറേ ലേറ്റായി. കണ്ടോ എത്ര വണ്ടികൾ കിടക്കുന്നത് നോക്കുന്നുണ്ടോ. നല്ല ലേറ്റായി പാർക്കിംഗ് കിട്ടാൻ വേണ്ടി. എന്നിട്ട് അങ്ങാടെ കൊണ്ടിട്ടിരിക്കുന്നത്. എന്തായാലും ഞങ്ങൾ ഉള്ളിലേക്ക് കയറാൻ നോക്കുകയാണ്. ബാക്കി അവിടെ ചെന്നിട്ട് ഇതിലേക്ക് കയറാൻ നല്ല ഉണ്ടാവുമല്ലേ, പേടിയില്ലാത്തൊരു കയറാം. പിന്നെ കുട്ടികളെ കൊണ്ടുവരുന്ന ഏറ്റവും നല്ലത്. പിന്നെ പോക്കറ്റ് കളിയാവുകയും ചെയ്യും കേട്ടോ. അതുപോലെ അത് താഴോട്ട് വരുമ്പോഴേക്കും ഇങ്ങനെ അത് വേറെ എന്തെങ്കിലും ശബ്ദം തന്നെയാണോ അത്? അപ്പം ഞങ്ങൾ ഇതിനകത്ത് കയറാൻ പോവാണ്. ഫുൾ അങ്ങ് ചുറ്റാലോ ഇതിൽ കയറി കഴിഞ്ഞാൽ. ഫ്രീയാ? അപ്പം പിന്നെ കുഴപ്പമില്ല, ഇത് ഫ്രീ ആട്ടോ. അത് നമുക്കെല്ലാം കാണുകയും ചെയ്യാം. സംഭവം ഫ്രീ അല്ല കേട്ടോ. ആ ചെക്കൻ നമ്മളെ പറ്റിച്ച 20 ദിർഹംസ് കേട്ടോ ഇതിനകത്ത് പോയി ചുറ്റുന്നതിന്. അപ്പൊ നമ്മൾ ഇതിലങ്ങ് പോവാന്ന് വെച്ച്. ഇവിടം വരെ ഈ റൈഡ് ഉള്ളൂ ഗായ്സ്. 20 ദിർഹംസ് കണ്ടോ, ഇവിടം വരെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടുന്നാണ് കയറേണ്ടത്. വൈശാഖോട്ടും ടിക്കറ്റ് എടുക്കാൻ പോയി. ഒരാൾക്ക് 25 ദിർഹംസ് ആണ് എൻട്രി ഫീ. അപ്പോൾ ഇതിലാണ് നമുക്ക് കയറേണ്ടത്. എന്തായാലും ടിക്കറ്റ് എടുത്തിട്ട് വന്നിട്ട് നമുക്ക് ഉള്ളിലേക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നു. ഇന്നൊരു ദിവസത്തേക്ക് കപ്പിൾസിന് മാത്രമേ എൻട്രി ഉള്ളൂ, ബാച്ചിലേഴ്സിന് എൻട്രി ഇല്ല അല്ലേ? ഇന്നും നാളെ ബാച്ചിലേഴ്സിന് എൻട്രി ഇല്ല. കപ്പിൾസിനും ഫാമിലി ആയിട്ട് വരുന്നവർക്ക് മാത്രമേ എൻട്രി ഉള്ളൂ ഇവിടെ. അപ്പോൾ നമ്മൾ സെക്യൂരിറ്റി ചെക്കിങ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻട്രി ഉള്ളിലേക്ക് കയറുമ്പോൾ ഇങ്ങനൊരു ഇതാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു വ്യൂ ആണ് ഇവിടെ കാണുന്നത്. കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഇന്ത്യയിലേക്ക് കയറാം. ആദ്യം നമുക്ക് ടോയ്ലറ്റിൽ പോവാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓരോരോ രാജ്യങ്ങളിലായിട്ട് കയറാം. എന്തായാലും ഇന്റർനാഷണൽ ട്രിപ്പ് ഞങ്ങളുടെ ഈ പ്രാവശ്യം ക്യാൻസലായി, ബിക്കോസ് എനിക്ക് ലീവ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനെയെങ്കിലും ഓരോ രാജ്യത്ത് കയറാം. അടുത്ത വർഷമാവും എന്തായാലും ഇനി അടുത്ത ട്രിപ്പ് പോകണമെങ്കിൽ. അപ്പം നമുക്ക് ഓരോരോ രാജ്യങ്ങളിലായിട്ട് നമുക്ക് സന്ദർശിക്കാം. ഇവിടെ ഇന്ത്യ ഉണ്ട്, ഖത്തർ ഉണ്ട്, പലസ്തീൻ ഉണ്ട്, ഒരുപാട് രാജ്യങ്ങളുടെ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. നമുക്ക് നോക്കാം ഓരോന്നോരായിട്ട്. ഫസ്റ്റ് നമ്മുടെ രാജ്യത്തേക്ക് ഇങ്ങനെ കയറാന്ന് വെച്ചു അല്ലേ. നമ്മുടെ ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ഇതല്ലേ. ഫസ്റ്റ് നമ്മൾ അവിടുന്ന് തന്നെ സ്റ്റാർട്ട്. നമുക്ക് തിളയ്ക്കണം, ചോരത്തിളപ്പ് തിളക്കണം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കയറാം. ഫസ്റ്റ് നമ്മുടെ രാജ്യത്തേക്ക് തന്നെ കയറാം. ഓക്കെ, ഏത് രാജ്യത്ത് നമ്മൾ ജീവിച്ചാലും നമ്മുടെ ഒരേ ഒരു വികാരം ഇന്ത്യ. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ ഇതൊക്കെയാട്ടോ കാണുന്നത്. നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള എന്തൊക്കെയുണ്ട് എന്നുള്ളൊരു എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് വാങ്ങാം. പെർഫ്യൂംസ്, ബാഗ്സ്, വിവിധ തരം ജ്വല്ലറീസ്, ഡ്രസ്, അങ്ങനെ ഒരു പല കാര്യങ്ങളുണ്ട്. ഓൾമോസ്റ്റ് ഇന്ത്യക്കാരുടെ ഫേവറേറ്റ് ആയ പാനിപ്പൂരി. കൂൾ ഡ്രസ്സിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ. നല്ല അടിപൊളി ഇന്ത്യൻ വ്യൂസ് ഉണ്ട് കേട്ടോ ഇവിടെ. നല്ല ഭംഗിയുണ്ട് എല്ലാം കാണാൻ. സോ ഇതാണ് നമ്മുടെ ഗ്ലോബൽ വില്ലേജിൻ്റെ എൻട്രി എന്ന് പറയുന്നത്. നമ്മൾ പക്ഷെ മറ്റേ സൈഡിലൂടെ വന്നതുകൊണ്ടാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ഗ്ലോബൽ വില്ലേജിൻ്റെ എൻട്രി.
രസമുണ്ടല്ലോ ഇവർ ഇത് ചെയ്തിരിക്കുന്നത് കാണാൻ. അപ്പോൾ ഒരുപാട് രാജ്യങ്ങളിൽ ഇത് കാണിക്കുന്നുണ്ട്. പക്ഷെ എല്ലാം കവർ ചെയ്യാൻ നമുക്ക് പറ്റില്ല. ബട്ട് നമുക്ക് പറ്റുന്ന പോലെ എന്തായാലും കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ തന്നെ 7 o'clock ആയി. നമുക്ക് ബാക്ക് ടു അബുദാബി പോകേണ്ടതല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് മാക്സിമം നമ്മൾ കവർ ചെയ്യാൻ നോക്കാം. ഈ ഏരിയ ഫുള്ള് നമുക്ക് കഴിക്കാനുള്ള ഫുഡിൻ്റെ കേട്ടോ. ഫുൾ ഇന്ത്യൻ ഫുഡാണ്. നമുക്ക് എന്ത് വേണം കഴിക്കാം. പക്ഷേ എക്സ്പെൻസ് ആണ്. ഓക്കെ, പക്ഷെ എല്ലാവരും മേടിച്ച് കഴിക്കുകയെല്ലാം ചെയ്യും. നമുക്ക് ട്രൈ ചെയ്യാം എന്തായാലും. അപ്പോൾ ഇവിടെ ഫുൾ ഫുഡ് സ്ട്രീറ്റ് ആണ്. അപ്പോൾ ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ KSAയിലെത്തി. KSAയിൽ ഇതുപോലെ തന്നെ ഉള്ളൂ. എല്ലാം അവരവരുടെ ട്രഡീഷണൽ ആയ സാധനങ്ങളും ഫുഡ് ഐറ്റംസും എല്ലാം ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മൊറോക്കോയിൽ കയറിയിട്ടുണ്ടായിരുന്നു. നേരത്തെ കണ്ടത് അതിൻ്റെ ആയിരുന്നു കേട്ടോ. ഇനി അടുത്ത രാജ്യത്തേക്ക് നമുക്ക് പോവാം. നമ്മളിപ്പോൾ ഈജിപ്തിൻ്റെ ഇതിലാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ കാണാം. അവരുടേതായ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ. ഇങ്ങനത്തെ കുറേ ഐറ്റംസ് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മ്യൂസിയത്തിൻ്റെ അകത്തേക്കാണ് കയറുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് പറയാം എന്തൊക്കെയുണ്ട് അതിനകത്ത്. അപ്പോൾ നമ്മൾ മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ഇതാട്ടോ ആദ്യം കാണുന്നത്. നമ്മളൊന്നും ടച്ച് ചെയ്യാൻ പാടില്ല. ഇവിടുത്തെ കാണാം എല്ലാം. ഇതൊക്കെ എന്തോ സംഭവം എന്ന് അറിയില്ല കേട്ടോ. എന്തോ എഴുതി വെച്ചിട്ടില്ലല്ലോ. എഴുതി വെച്ചിട്ടുണ്ട് അബ്ദുൾ സിംബൽ തമ്പസ്. ഇതാട്ടോ ഇവിടെ കാണുന്നതെല്ലാം. Tomb of Tut. ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ സ്റ്റോറീസ് ഉണ്ടാവും കേട്ടോ. പക്ഷെ നമുക്ക് 10 minutes ഉള്ളൂ കാണാൻ. Tomb of Tut എന്തോ സംഭവം നമുക്ക് മനസ്സിലാവില്ല. ഇതൊക്കെ എന്താന്ന് ഇത്രേ ഉള്ളൂ അല്ലേ. ഇതെന്താ സംഭവം? ഇത് എഴുതിയിരിക്കുന്നത് എന്തോ ട്രഷേഴ്സ് മിഡിൽ കോംഫീൻ ടാക്ക് എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. എന്തൊക്കെയോ ഐതിഹ്യങ്ങൾ ഉണ്ടാവാം. മേ ബി നമുക്കറിയില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം ഇതിനെ പറ്റി. ഇതിനകത്ത് വെച്ചിരിക്കുന്നതിനെ കുറിച്ചുള്ള വിവരണം കേട്ടോ ഇതെല്ലാം ഇവിടെ കാണുന്നത്. ഇതിൻ്റെ മോനാണോ? പിന്നെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇത് ചെയ്തിരിക്കുന്നത് കാണാൻ. നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇവിടെ ഓരോന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. സംഭവം അടിപൊളിയാണ്. മ്യൂസിയം കാണാൻ നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ ഐതിഹ്യങ്ങളൊക്കെ അറിയുന്നവർക്ക് മനസ്സിലാവും. അത് കാണുമ്പോൾ ഓരോന്ന് വായിച്ച് നമ്മൾ മനസ്സിലാക്കണം.
ഇവിടെ എഴുതിയിരിക്കുന്ന കേട്ടോ അവിടെ. അമ്മേ പേടിച്ചു, പെട്ടെന്ന് കണ്ടപ്പോൾ പേടിച്ചേ. ഞാൻ കയറി ചെല്ലുന്നിടത്ത് തന്നെ ഇത് സംഭവം പേടിച്ചു. ഞാൻ വരുന്നുണ്ട്. അപ്പം കഴിഞ്ഞു. ആ അതാണ്ട് ഇവിടെ. എൻ്റെ അമ്മോ കാണുമ്പോൾ തന്നെ പേടിയാവുന്നു. മമ്മി ഓഫ് സെക്കൻഡ്സ്. ഒറിജിനൽ അല്ലല്ലോ അല്ലേ? പിന്നെ കഴിഞ്ഞു കേട്ടോ, ഇവിടുത്തെ ഇതെല്ലാം കഴിഞ്ഞു. അടുത്തത് അബ്ര സ്റ്റേഷൻ. നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ഇവിടുന്ന് കയറിയിട്ട് നമുക്ക് കുറച്ച് ട്രാവലൊക്കെ ചെയ്യാം കേട്ടോ. നല്ല മഴ പെയ്യുന്നതുണ്ട് കേട്ടോ, നല്ല ചാറ്റൽ മഴയുണ്ട്. എപ്പോൾ വേണേലും മഴ പെയ്യുക, നല്ല കൂടുമെന്നൊരു ടെൻഷൻ ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാം കവർ ചെയ്ത് ഞങ്ങൾ ഇവിടുന്ന് പോകാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇവിടെ ഇങ്ങനെ അടിപൊളി വ്യൂ ആണ്. ഇനിയും കവർ ചെയ്യാൻ കുറേ രാജ്യങ്ങളുണ്ട് കേട്ടോ. കുവൈറ്റ്, തുർക്കി, പാകിസ്ഥാൻ, UAE, അങ്ങനെ ഒരുപാട്. പക്ഷെ നമുക്കൊന്നും സമയം കിട്ടുന്നില്ല. ഇപ്പോൾ മഴ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇനി വരുമ്പോൾ ഒന്നുകൂടെ ഇവിടെ ഒന്നുകൂടെ വരാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും മാക്സിമം ഒന്നുകൂടെ നോക്കട്ടെ, മഴയുടെ എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് നോക്കാമെന്ന് വെച്ചിട്ട്. ഇതാട്ടോ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഇങ്ങനെ അവിടെയും ഫുഡുകളൊക്കെ ഉണ്ട്, ഇങ്ങനെ ഒഴുകി നടക്കും അതിലേ കൂടെ. അപ്പോൾ നമുക്ക് പോയിട്ട് ഫുഡൊക്കെ കഴിക്കാം. റിവറിൽ തന്നെ അവർ ഒരുപാട് ടൈപ്പ് ഫുഡ്സും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ടാവും കേട്ടോ. ഇതാണ് സോയാസ് ഗേറ്റ്. എനിക്കൊന്ന് കുട്ടികൾക്കുള്ള ഇതാന്ന് തോന്നുന്നു, എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞങ്ങളിപ്പോൾ ടൈം ഇങ്ങനെ ലേറ്റ്, മഴയും വന്നു, എല്ലാം ഓടി കാണുകയാണ്. എപ്പോഴും വരുമ്പോൾ നല്ല രീതിയിൽ കാണാമെന്നുള്ള ഒരിതിൽ. അവിടെ എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നുണ്ട്. കുട്ടികളൊക്കെ ഇവിടെ ഇങ്ങനെ വെള്ളത്തിൽ കളിക്കുന്നുണ്ടോ, അടിപൊളി. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിള്ളേരെല്ലാം വന്നു കഴിഞ്ഞാൽ അവർ നല്ലോണം എൻജോയ് ചെയ്യില്ല. കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലോണം എൻജോയ് ചെയ്യവര് കുട്ടികൾക്കൊക്കെ. ഞാൻ നാട്ടിലൊക്കെ കേട്ടിട്ടുള്ളൂ ഇങ്ങനെ ചായ അവർ പറഞ്ഞു കേട്ടോ. നമ്മുടെ നാട് ഓർമ്മ വന്നെനിക്ക് പെട്ടെന്ന് ചായ. അടുത്ത നമ്മൾ അമേരിക്കൻസ്, യൂറോപ്പ്, ആഫ്രിക്ക അവിടെ എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുനാഫ ട്രൈ ചെയ്തു. നല്ല മധുരം കേട്ടോ. സ്വീറ്റ്സ് ആയിട്ടുള്ള ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടും. പക്ഷേ എനിക്ക് സ്വീറ്റ്സിനോട് വലിയ താല്പര്യമില്ലാത്തത് കൊണ്ടും ഞാൻ ഒരു സ്പൂണൊക്കെ കഴിക്കുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. അപ്പോൾ നമ്മളിപ്പോൾ അമേരിക്കയിലോട്ട് കയറുകയാണ്. അവിടെ 8:30 ഒരു ഷോ നടക്കും. അപ്പോൾ അതിനുള്ളിൽ നമുക്കിത് കവർ ചെയ്തിട്ട് വന്നിട്ട് ആ ഷോ എന്താണെന്ന് നോക്കാം. എന്തായാലും നമുക്ക് അമേരിക്കയിൽ കയറാം. ഞാൻ കൂടുതലും ഇങ്ങനെ സ്കൈലേക്ക് പിടിക്കുക, കാരണം ചിലർക്ക് കുറേ ആളുകളില്ല, ചിലപ്പോൾ അത് വീഡിയോയിൽ വരുന്നത് ചിലപ്പോൾ വല്ല പ്രശ്നം ഉണ്ടല്ലോ. അവിടെ കൊറിയുണ്ട് കേട്ടോ. കൊറിയയിലൊക്കെ പോയി അടിപൊളിയായിരിക്കും. ഏത് ബോയ്ഫ്രണ്ട്? എനിക്കൊരു ബോയ്ഫ്രണ്ട് ഇല്ലോ. അപ്പം നമുക്ക് ഇവിടെ സെയിം എല്ലായിടത്തേം പോലെ അവിടുത്തെ ഡ്രസ്സും കാര്യങ്ങളും അതും ഇതും വേറെ ഒന്നും ഇല്ല. പക്ഷെ അമേരിക്കയിൽ ഇങ്ങനത്തെയൊക്കെയാണോ? അല്ല അവിടെ ഇതിന് വെച്ചിരിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരാണ്. ലൂഹെന്നാ ഇതൊക്കെ നമ്മുടെ ഇന്ത്യയിലും കിട്ടുമല്ലോ. ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്.
നമ്മുടെ ഇന്ത്യൻസിൻ്റെ കഴിഞ്ഞ് ഇനി ഓരോ രാജ്യത്തിൻ്റെ ആയിട്ട് ഇങ്ങനെ ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ വരും. അപ്പോൾ നമുക്കിപ്പോൾ ബ്രേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ യൂറോപ്പിലേക്ക് കയറുകയാണ്. യൂറോപ്പിലേക്ക് കയറുമ്പോൾ ആദ്യം തന്നെ കാണുന്ന പെർഫ്യൂം ഷോപ്പാണ്. പിന്നെ അവിടുത്തെ ഡ്രസ്സിങ് സ്റ്റൈൽസ്. നമ്മൾ നേരത്തെ പെർഫ്യൂംസ് ഒക്കെ മേടിച്ചു കേട്ടോ. നമ്മൾ പെർഫ്യൂംസ് ഒക്കെ മേടിച്ചു. സെയിം എല്ലാ രാജ്യത്തും കാണുമ്പോൾ അവരുടേതായ നമ്മളും ഒരുപാട് ക്യാപ്ചർ ചെയ്യാൻ നോക്കി കുറേ രാജ്യങ്ങൾ. പറ്റുന്ന പരമാവധി നമുക്ക് എന്തായാലും നോക്കാം. അതിനിടയ്ക്ക് ഫയർ വർക്ക്സ് സ്റ്റാർട്ട് ചെയ്തു ഇവിടുത്തെ. നമുക്കത് കുറച്ച് നേരം ഒന്ന് കാണാം ഫയർ വർക്ക്സ്. അപ്പോൾ അടുത്ത് നമുക്ക് റഷ്യ, ദെൻ ആഫ്രിക്ക. നമ്മൾ റഷ്യയിലേക്കാണ് പോകുന്നത്. റഷ്യയിൽ നമുക്ക് നമ്മുടെ ഇന്ത്യൻ പ്രൊഡക്റ്റ് പോലെ തന്നെ ഉണ്ടല്ലോ എല്ലാം. ഓക്കെ, ക്ലിപ്സും കാര്യങ്ങളും. ഇവിടെ നമുക്കിലും പെർഫ്യൂംസിൻ്റെ ഷോപ്സാണ് ആദ്യം ഉണ്ടാവുക. സോപ്സ് ഒക്കെ നല്ലതായിരിക്കും ഇവിടുത്തെ സോപ്പ് ഐറ്റംസ് ഒക്കെ. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ സോപ്പുകളുടെ കളക്ഷൻസാണ്. നല്ല അടിപൊളി നല്ല സോപ്പുകളല്ലേ, നല്ല സാധനങ്ങളായിരിക്കാം. നല്ല മണമുണ്ടോ? ഹലോ, ഇതെല്ലാം സോപ്പുകളാണ് കേട്ടോ. Like here, all inside here. I catch here like this. They asking one by one, open one. No, I take two. Asking open. I take one. Very easy to do. Only things here, okay? നമ്മളിപ്പോൾ ചൈനയിലോട്ട് കയറി. ചൈനയിലെ പ്രൊഡക്ട്സാണ് ഈ കാണുന്നതെല്ലാം. 820 dirhams. നെക്സ്റ്റ് നമ്മൾ ആഫ്രിക്കയിലേക്ക് കയറുകയാണ്. ആഫ്രിക്കയിൽ പിന്നെയും കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ കുറച്ച് ന്യൂ ഐറ്റംസ് ഉണ്ടാവും. നമുക്ക് നോക്കാം. ബാക്കിയെല്ലായിടത്തും എല്ലാം സെയിം പോലെ തോന്നിയല്ല. എന്തായാലും ഇവിടെ നമുക്ക് നോക്കാം എന്തെങ്കിലും വെറൈറ്റി ഐറ്റംസ് ഉണ്ടോന്ന്. ആഫ്രിക്ക നല്ല ബോഡി ലോഷൻ അങ്ങനെ സാധനങ്ങളൊക്കെ ആഫ്രിക്കയുടെ നല്ലതെന്ന് പറയുന്നുണ്ടായിരുന്നു. നമുക്ക് നോക്കാൻ ട്രൈ ചെയ്യാം. നമുക്ക് ഇങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്യാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളതൊക്കെ ഭയങ്കരമായിട്ട്. ഇതിലെന്തല്ലേ നല്ല അടിപൊളിയല്ലേ. നമുക്ക് ഖത്തറിലൊന്ന് ഓടി നടക്കാം. എല്ലാം ഒരു സെയിം പോലെ തന്നെയാണ്, വലിയ വ്യത്യാസമില്ല. ചില സാധനങ്ങൾ മാത്രം വ്യത്യാസമുള്ളൂ. എല്ലായിടത്തും നമ്മൾ ഈ കാണുന്ന പോലെ പെർഫ്യൂമും എല്ലാ കാര്യങ്ങളും ഒരുപോലെ തന്നെ. അതുകൊണ്ട് ഞാൻ കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ വീഡിയോകൾ. എല്ലാം ഒരുപോലെ തന്നെ, വേറെ ഒരു ഇതൊന്നുമില്ല. നല്ല തിരക്കാണ് ഇവിടെ. ഞങ്ങളുടെ മലയാളീസിൻ്റെ ഒരു ജ്യൂസ് ഷോപ്പ് കണ്ടു. അപ്പോൾ അവിടെ നിന്ന് ഒരു ജ്യൂസ് മേടിക്കാന്ന് വെച്ചു. വെള്ളം മേടിച്ചു, ഒരു ജ്യൂസ് മേടിക്കാം. അങ്ങനെ നമ്മൾ ജ്യൂസ് മേടിച്ചു. വാട്ടർ മെലനാണ് മേടിച്ചത്. കുട്ടികളെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര നല്ലോണം പോലെ കളിക്കാൻ പറ്റും. കാരണം അവർക്കൊക്കെ നല്ല എൻ്റർടൈൻമെൻ്റ് ഉണ്ട് കേട്ടോ. അവർക്ക് ബോറടിക്കില്ല, നല്ല അടിപൊളി. പക്ഷെ ഇവിടെ വന്നാൽ ബോറടിക്കില്ല, കാരണം നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാം. ഒരുപാട് കാഴ്ചകൾ. അറ്റ് ദി ലാസ്റ്റ് തായ്ലാൻഡ്. നമ്മൾ തായ്ലാൻഡിലേക്ക് പ്രവേശിക്കുകയാണ്. എനിക്ക് തായ്ലാൻഡിൻ്റെ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടെ കൊറിയ ഉണ്ടല്ലേ, നമ്മൾ കൊറിയ നോക്കിയിട്ടില്ല. തായ്ലാൻഡ്. അങ്ങനെ ലാസ്റ്റ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കാനായി. ഈ
ഡാൻസോടുകൂടി ഞങ്ങൾ വീഡിയോ വണ്ടപ്പ് ചെയ്യാണ്. തിരിച്ച് ബാക്ക് ടു അബുദാബിക്ക് പോവാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നമുക്ക് കുറച്ച് ഡാൻസ് കാണാം.